തിരുവനന്തപുരം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ CI ജെയ്സൺ അലക്സിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ കണ്ടെത്തണമെന്ന് മാതാവ് ജെമ്മ അലക്സ്. പോലീസ് സേനയിലേക്ക് വയർലെസ് സെറ്റുകൾ വാങ്ങുന്ന കരാറിൽ ഒപ്പിടാൻ മകൻ തയ്യാറായില്ല. മകൻ കടുത്ത ജോലി സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്നും ജെമ്മ അലക്സാണ്ടർ 24-നോട് പറഞ്ഞു. പ്രതികരണം: ഇത്രയും സമ്മർദ്ദം ചെലുത്തിയത് എന്തിനാണ്, ആരാണ്, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകും. 6 കോടിയുടെ പ്രോജക്റ്റ്, അതാണ് അവന് സമ്മർദ്ദം ഉണ്ടായത്. അവൻ്റെ മുകളിലിരിക്കുന്നവരാണ് ജെയ്സൺ ഒപ്പിടണം. കാരണം ഇവൻ ഒപ്പിട്ടാലേ ആ പ്രോജക്റ്റിൻ്റെ എല്ലാം പൂർണ്ണമാകും. സമ്മർദ്ദം തന്നെയാണെന്ന് അവൻ എന്നോട് എല്ലാ ദുഃഖങ്ങളും പങ്കുവയ്ക്കുമ്പോൾ, അമ്മ എനിക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടമ്മ, ഞാൻ ഒറ്റപ്പെടും. മാനസിക സമ്മർദ്ദം ഈ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, കഴിഞ്ഞ ദിവസവും ഈ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ വിശദമായി തന്നെ എന്താണ് മകന് സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങളല്ലേ അമ്മ വ്യക്തമാക്കിയത്? തീർച്ചയായും അനുജ, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ മാനസിക സമ്മർദ്ദം, അതുമൂലമുണ്ടാകുന്ന ആത്മഹത്യ, നമ്മൾ നിരന്തരമായ വാർത്തകൾ വന്നതാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ജോലി ഭാരങ്ങളെക്കുറിച്ച്, ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളെ കുറിച്ചാണ് ഈ സംഭവത്തിൽ ഈ അമ്മ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജെയ്സൺ അലക്സ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യക്ക് പിന്നിൽ ചില വസ്തുതകളുണ്ട് എന്നുള്ളതാണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു കരാറിൽ ഒപ്പിടാൻ ഈ ജെയ്സൺ അലക്സിനെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ പോലീസ് സേനയിലേക്ക് വയർലെസ് സെറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സമ്മർദ്ദം ഉണ്ടായിരുന്നത്. 6 കോടിയുടെ കരാറാണ്. പക്ഷേ ഈ കരാറിൽ ചില അപാകതകളുണ്ട്, ഈ വയർലെസ് സെറ്റിലടക്കം ചില പോരായ്മകളുണ്ട് എന്ന് ജെയ്സൺ അലക്സ് ചൂണ്ടിക്കാട്ടി. ഇതിനാൽ തനിക്ക് ഒപ്പിടാൻ കഴിയില്ല എന്നതായിരുന്നു ജെയ്സൺ അലക്സിന്റെ വാദം. പക്ഷേ ഇക്കാര്യത്തിൽ ഒപ്പിടണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ജെയ്സൺ അലക്സ് മാതാവിനോട് പറഞ്ഞത്. ഇതിന് പ്രതികാരമായി തുടർച്ചയായി ജോലികൾക്ക് ഇദ്ദേഹത്തെ ഇട്ടു. VIP ഡ്യൂട്ടികൾക്ക് അത് തുടർച്ചയായി ഇദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. ഇത് വലിയ ജോലിഭാരം ഇദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ള കാര്യം കൂടി അമ്മ വ്യക്തമാക്കുന്നുണ്ട്. ഈ മകന്റെ ജോലിഭാരത്തിലും അതുപോലെ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും അത് എങ്ങനെ ഉണ്ടായി, ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ഈ കുടുംബം തന്നെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് മുന്നിലോ പോലീസിന് മുന്നിലോ പരാതിയുമായി മുന്നോട്ട് പോകാൻ കുടുംബം തയ്യാറല്ല. കാരണം ഇതിൽ ഒരു നീതി തങ്ങൾക്ക് ലഭിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കടക്കം പരിശോധിക്കണമെന്ന ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ കൈകളിൽ തങ്ങൾ സമർപ്പിക്കുകയാണ് എന്നുള്ളതാണ്. മകൻ അമിതമായ ജോലിഭാരവും ജോലി സമ്മർദ്ദവും കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ള വാദത്തിൽ തന്നെയാണ് കുടുംബവും മാതാവും ഇപ്പോഴും ഉള്ളത്. അതാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലെ CIയുടെ ആത്മഹത്യയിലാണ് അമ്മ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഞങ്ങളുടെ പ്രതിനിധി അരുൺരാജിനോട് പറഞ്ഞത്.